ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫേസ് ലിഫ്റ്റ് ആണ്. ഫേസ് ലിഫ്റ്റിൽ നമുക്കറിയാമല്ലോ, പഴയ മോഡൽ 2017 മോഡലിൻ്റെ ഫേസ് അല്ല, ഇത് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൂടാതെ ഹെഡ്ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഹെഡ്ലൈറ്റ് ഇസഡിൻ്റെ ഹെഡ്ലൈറ്റ് അല്ല, നേരെ മറിച്ച് നമ്മൾ ഇതിനകത്തുള്ളത് തന്നെ, അതായത് ജിയുടെ തന്നെ ലൈറ്റിനകത്ത് ഒരു ആംബിയൻസ് ലൈറ്റ്, ഒരു റണ്ണിങ് ലൈറ്റ്, ദെൻ പ്രൊജക്ടറും ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളുള്ളത് പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ് നമ്മൾ നോർമൽ ഒരു വൈറ്റ് ആണ് ഇതിനകത്ത് വരുന്ന കളർ. ഇതിനകത്ത് നമ്മൾ പേൾ വൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. പേൾ വൈറ്റിൻ്റെ പുറത്ത് നമ്മൾ ഗ്രഫൈൻ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിയോയുടെ ഒരു 17 ഇഞ്ചിൻ്റെ ഒരു വീല് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഇസഡിന് വരുന്ന രീതിയിലൊരു ഡോർ ഹാൻഡിൽ ക്രോം ആക്കിയിട്ടുണ്ട്. ദെൻ വിൻഡോ ക്രോം ചെയ്തിട്ടുണ്ട്. ഡോർ വൈസർ വിത്ത് ക്രോമാണ്. സൈഡ് ബീഡിങ് ഫുൾ ക്രോമിൽ വരുന്നത്. ഇത്രയാണ് നമ്മൾ ബോഡിയിൽ സൈഡിൽ നിന്ന് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഇന്റീരിയർ നമ്മൾ കണ്ടതാണ്. ഇതിനകത്തൊരു ബേസ് മോഡലിൻ്റെ, ഞാൻ എപ്പോഴും ഈ ബേസ് മോഡൽ എന്ന് പറയുന്നത് ഒരു G4 കൺവേർട്ട് ചെയ്ത് ഇസഡ് സെഗ്മെന്റിലോട്ട് മാറ്റിയത് കൊണ്ടാണ് ഞാൻ ഇത് കൂടുതൽ ഇങ്ങനെ പറയുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ ഡാഷ്ബോർഡിന്, അതായത് ഈ ഇന്റീരിയർ വരുന്ന ആ ഒരു തീം, ഒരു ബ്ലാക്ക് ടാൻ തീമാണ് ഇതിനകത്ത് ഫുള്ള് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ അതേപോലെ തന്നെ ഡാഷിൽ ആ ഒരു തീം കൊടുത്തിട്ടുണ്ട്. ഡാഷിൽ ഈ ഒരു പീസ് ആയാലും ഈ മീറ്റർ ബോർഡിന്റെ ആർച്ചായാലും ബാക്കി എല്ലാ പീസും, അതേപോലെ സ്റ്റിയറിംഗിൽ ഫുൾ ജെന്യൂൻ ലെതറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജെന്യൂൻ ലെതറിൽ തന്നെ ഈ ടാൻ കോമ്പിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് സിൽവർ രണ്ട് പീസിനെയും ഉൾപ്പെടെ ഫുൾ ടാൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിനകത്ത് സ്റ്റിയറിംഗ് ഇന്റർഫേസ്, ഈ മോഡൽ ഇന്റർഫേസ് ഇതും ആഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പീസസ്, ഈ ഒരു സൈഡിൽ രണ്ട് പീസ്, ഈ സൈഡിൽ നമ്മുടെ ലെഗ് സപ്പോർട്ട് വരുന്ന പീസിന് കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ട് അകത്ത് കുഷൻ കൊടുത്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു പീസ് ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റയെ സംബന്ധിച്ചുള്ള അതിനകത്തൊരു കുറവ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഏത് ഡ്രൈവറിലായാലും കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്നാലും നമുക്ക് ഈ ഹാൻഡ് റെസ്റ്റിൽ നമുക്ക് കൈ വെക്കാൻ നമുക്ക് എത്താത്തൊരു സംഭവമാണ് ഇത്. കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇതിനകത്ത് 4 ഇഞ്ചോളം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ഈസി ആയിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്താണ് ഈ സാധനത്തിന് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഡ്രൈവിംഗ് സമയത്ത് ഈസി ആയിട്ട്, ഇവൻ ഇതിപ്പോൾ മാനുവൽ വണ്ടിയാണ്, ശരിക്കും ഓട്ടോമാറ്റിക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് ഹാൻഡ് വെക്കാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 360 ക്യാമറ ഇതിനകത്തിരുന്ന കമ്പനി സെറ്റിനെ മാറിയിട്ട് ഒരു 360 ക്യാമറ ഉൾപ്പെടെ വരുന്നൊരു സെറ്റാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ലാൻകാസ്റ്ററിന്റെ ഒരു 10.5 വരുന്നൊരു മോണിറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരു ആംബിയൻസ് ലൈറ്റ് ഫുൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പല കളർ ചേഞ്ചസ് വരുന്ന ഒരു ആംബിയൻസ് ലൈറ്റ്, നമ്മളെ മൂഡ് അനുസരിച്ച് ഈ ആംബിയൻസ് ലൈറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ഫ്ലോറിൽ ലൈറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ റൂഫ് ഫുള്ള് വരുന്നത് ഒരു ബീജ് കോമ്പിനേഷനാണ്. എല്ലാ ടൊയോട്ട വണ്ടിക്കും റൂഫ് ബീജാണ്. പ്രീമിയം ചില വണ്ടിക്ക് മാത്രമേ ഉള്ളൂ ഈ ബ്ലാക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഫുൾ ആയിട്ട് ഒരു ബ്ലാക്ക് തീമിലോട്ട് മാറിയിട്ടുണ്ട്. റൂഫ് ഫുള്ള് ഈ പില്ലേഴ്സ് എല്ലാം ലെതറിങ്ങാണ് ചെയ്തിട്ടുള്ളത്. പെയിന്റിംഗ് അല്ല, ഫുൾ ലെതറാണ്. എല്ലാ പില്ലേഴ്സും 8 പില്ലേഴ്സ് A to B C D എല്ലാ പില്ലേഴ്സും നമ്മൾ ലെതറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ബാക്കിയെല്ലാം ആ ഒരു കോമ്പിനേഷനനുസരിച്ച് റൂഫിലുള്ള ബാക്കിയുള്ള പീസസ് എല്ലാം നമ്മൾ ബ്ലാക്ക് പെയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം സീറ്റാണ്. ക്രിസ്റ്റയുടെ സീറ്റ് ശരിക്കും മോശമല്ല, എങ്കിൽ തന്നെ ഇത് നമ്മൾ ഇസഡിന് വരുന്ന രീതിയിലുള്ള സീറ്റാണ്. ശരിക്കും ഇസഡ് ഹൈക്രോസിനാണ് ഈ ഒരു റിക്ലൈനിങ് വരുന്നത്. ആ റിക്ലൈനിങ് സിസ്റ്റം വരുന്നത് നമുക്ക് അതിനകത്ത് ഇലക്ട്രിക്കലി വേണം വരുന്നത്. ഇത് ഞങ്ങൾ ചെയ്തിട്ടുള്ള മാനുവലിയാണ്. നമ്മുടെ ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കാല് നമുക്ക് സപ്പോർട്ടിനനുസരിച്ച് പൊക്കി വയ്ക്കാം. ഇത് ഫുൾ ഇത്രയും വെക്കാൻ പറ്റും. ദെൻ നമ്മൾ നോക്കി ഇത് ഫുൾ ആക്കി ഈ ഒരു ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ പൊക്കിയിട്ട് റിലീഫ് ചെയ്താൽ ഫുള്ളായിട്ട് താന്നു പോകും. പിന്നെ നമുക്ക് ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഏത് ഇതിലാണ് നമുക്ക് ആവശ്യം ആ രീതിയിലുള്ള അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അഡ്ജസ്റ്ററുള്ള സീറ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മുടെ ഇസഡിനൊക്കെ വരുന്ന പോലെയുള്ള രീതിയിലുള്ള ഒരു സിൽവർ ലൈൻ, അതായത് ടോട്ടലി ഡാഷ്ബോർഡിന്റെ ഒരു ആംബിയൻസ് തന്നെ മാറ്റുന്ന രീതിയിലാണ് ഈ ഒരു സിൽവർ ലൈനുള്ള സാധനം. അത് ടൊയോട്ട OE പീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഡോർ പാഡ് ഒരു വുഡൻ ഫിനിഷിംഗ് കൂടി ചെയ്തിട്ടുണ്ട്. വുഡ് ഫിനിഷ് ഈ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്താക്കുന്നത് സീറ്റിൽ വരുന്നത് നമ്മൾ അത് കൊടുത്തിട്ടുള്ളതാണ്. ഓൾ ഓവർ നമ്മൾ എല്ലാത്തും ആ ഒരു തീമിലോട്ടാണ് ഫുൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ ഒരു സെഗ്മെന്റിലുള്ള വണ്ടിയെ സംബന്ധിച്ചാലും ക്യാപ്റ്റൻ സീറ്റാണ് മെയിൻലി ഇതിനകത്ത് യൂസ് ചെയ്യുക, ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. അതായത് നമുക്ക് ഒരു ഫുഡ് ട്രേ ഇതിനകത്ത് ബേസ് മോഡലൊന്നും ഈ ഒരു ഫുഡ് ട്രേ വരുന്നില്ല. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇസഡിന് വരുന്ന ആ ഒരു ഫുഡ് ട്രേ സീറ്റിൽ തന്നെ ഇത് തന്നെ. ഇതിനകത്ത് അടുത്തൊരു ഹൈലൈറ്റ് പറയേണ്ടത്, നമ്മുടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു റിക്ലൈനിങ് സിസ്റ്റം. അത് നമ്മുടെ ഫ്രണ്ട് 3 സീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാപ്റ്റൻ സീറ്റ് 2ലും ദെൻ ഫ്രണ്ടിലെ കോ ഡ്രൈവർ സീറ്റിലും ഈ ഒരു കാലിന്റെ സപ്പോർട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. റിക്ലൈനിങ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ്. ഇതിനകത്ത് എത്രത്തോളം ഭംഗിയാക്കാം ആ രീതിയിലാണ് ഇതിനകത്ത് ഓരോ ഈച്ച് ആൻഡ് എവറി പാർട്ട് നമ്മൾ നോക്കിയിട്ട് ചെയ്തിട്ടുള്ളത്.